ബാലഗോപാലിൻ്റെ ചില ബാലഗോപാലിയൻ മെത്തേഡുകളുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ഫിസിക്കൽ ഡെഫിസിറ്റാണല്ലോ ഒരു ധനമന്ത്രിയുടെ ഏറ്റവും വലിയ കീറാമുട്ടി, ധനക്കമ്മി എന്ന് പറഞ്ഞാൽ ആകെ വരവും ചെലവും തമ്മിലുള്ള അന്തരം. അത് നമ്മുടെ GSDPയുടെ എത്ര % എന്നുള്ളതാണ് ഒരു വലിയ കീറാമുട്ടി. നമ്മുടെ FRBM ആക്റ്റൊക്കെ പറയുന്നത് നമ്മുടെ വരവും ആകെ വരവും കടം വരവടക്കമുള്ള ആകെ വരവും ആകെ വികസനേതര ചെലവുകളും തമ്മിലുള്ള വ്യത്യാസം അത് എത്രയാണ്, അത് നമ്മുടെ GSDPയുടെ എത്ര % നോക്കലാണ് ഒരു കീറാമുട്ടി. അപ്പോൾ ബാലഗോപാൽ പലപ്പോഴും അത് 3-3.5% നിർത്തിയിട്ടുണ്ട്. കാരണം കോവിഡിൻ്റെ ആ സമയത്തൊഴിച്ച്. അതിന് അദ്ദേഹത്തിനൊരു നല്ല സൂത്രമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അധികം ചിലവ് ചെയ്യില്ല, വരവ് കുറവാണ്, ചിലവും ചെയ്യില്ല. ഏത് ചിലവ്? DA കൊടുക്കില്ല, അതേപോലെ തന്നെ കുടിശ്ശികകളൊന്നും കൊടുക്കില്ല, പ്ലാൻ നിർദ്ദയം കട്ട് ചെയ്യും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഞാൻ നേരത്തെ പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനിൽ തോറ്റതിൻ്റെ പ്രധാന കാര്യം എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് വരെ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഫണ്ടുകളൊക്കെ കട്ട് ചെയ്യുക. ഇപ്പോൾ പ്ലാൻ കൂട്ടാതിരിക്കുക. പ്ലാൻ ഇപ്പോൾ 32,000 ആക്കി വെച്ചിട്ടുണ്ട്. 30,000 ആയിരുന്നു. 7 കൊല്ലം കൊണ്ടാണ് 2,000 കോടി കൂടിയത്. അതിനിടയ്ക്ക് 27,000 കുറഞ്ഞു, പിന്നെ 30 നിർത്തി. വാസ്തവത്തിൽ UDF ആയിരുന്നുവെങ്കിൽ പ്ലാൻ അലോക്കേഷൻ ഇപ്പം 32,000 ആയിരുന്നത് ഒരു 60,000 കോടി 70,000 കോടി ആകുമായിരുന്നു. അങ്ങനെ 60,000-70,000 കോടി ആയിരുന്നെങ്കിൽ SC SCയുടെ നീക്കിയിരിപ്പ് തന്നെ 7,000 കോടിയാവും. ഇപ്പോൾ അത് 3,200 അതും കൊടുക്കുന്നില്ല. സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. എന്തിന്? പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കേന്ദ്രത്തിലെ എന്തോ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് SC കുട്ടികൾ, വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, അവർ ഇന്ന് പഠിത്തം നിർത്തേണ്ടി വന്നിരിക്കുന്നു. അവർ മാത്രമായിട്ടോടെ സമരം ചെയ്ത് എനിക്ക് വളരെ ദുഃഖം തോന്നി. അതിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കുറ്റക്കാരാണ്. ഞാനൊരു SFIയെ മാത്രം പറയില്ല. അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരാജയമുണ്ട്. പക്ഷേ UDF അത് ഏറ്റെടുക്കുകയാണ്. UDF അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ബാലഗോപാൽ ചെയ്യുന്ന പണി എന്താണെന്ന് പറഞ്ഞാൽ ചിലവ് എല്ലാം വെട്ടിക്കുറയ്ക്കുക. പിന്നെ കിഫ്ബിയുടെ ഒരു ചിലവാണ് ഉണ്ടായിരുന്നത്. കിഫ്ബിയാണ് തോമസ് ഐസക്കിൻ്റെ വലിയൊരു കണ്ടുപിടുത്തം. ബാലഗോപാൽ വന്നോടനെ പറഞ്ഞു ഇനി ആരും കിഫ്ബിയുടെ പരിപാടിയായിട്ടൊന്നും വരണ്ട. ഇപ്പോൾ ആകെ ഒരു 25-30,000 കോടിയാണ് ആകെ ചിലവിട്ടത് 10 കൊല്ലം കൊണ്ട്. അപ്പോൾ ആനുവലായിട്ട് നോക്കുമ്പോൾ ആവറേജ് 3,000-3,000 കോടിയേ ഉള്ളൂ.